രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ ജില്ലകളിൽ നഗരവികസനത്തിന് നിരവധി പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരത്ത് മെട്രോ റെയിൽ പദ്ധതി 2025-26 അവതരിപ്പിക്കുമെന്നും അതിവേഗ റെയിൽ പാതയ്ക്ക് ശ്രമം തുടങ്ങുമെന്നും മന്ത്രി ബജറ്റ് പ്രസംഗത്തിനിടയിൽ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയെ കേരളം അതിജീവിച്ചെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ മെച്ചപ്പെടുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ശമ്പള കുടിശ്ശികയുടെ 2 ഗഡു ഈ വർഷം നൽകും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുമെന്നും ഇത് PF-ൽ ലയിപ്പിക്കുമെന്നുമാണ് പ്രഖ്യാപനമുണ്ടായത്. DA കുടിശ്ശികയുടെ 2 ഗഡു ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. വികസനത്തിന് സാധ്യത തുറക്കുന്ന ബജറ്റാണ് ബാലഗോപാലിന്റേത്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം നഗരവികസനത്തിനായി മെട്രോപൊളിറ്റൻ പ്ലാനാണ് വിവരിച്ചിരിക്കുന്നത്. പ്രവാസികളുടെ കേരളവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ലോക കേരളം കേന്ദ്രം തുടങ്ങും. അതിവേഗ പാതയ്ക്കായി ശ്രമം തുടരും. വിഴിഞ്ഞം പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ച നിലയിലുള്ള സഹായം ലഭിക്കുന്നില്ല. എങ്കിലും ചർച്ചകൾ തുടരുമെന്നും ധനമന്ത്രി അറിയിച്ചു. വളർച്ചാ നിരക്ക് ഇനിയും മെച്ചപ്പെടും. പശ്ചാത്തല മേഖലയുടെ വികസനം തടസ്സപ്പെടരുതെന്ന നിലപാട് സ്വീകരിച്ചു. പശ്ചാത്തല സൗകര്യ വികസനവും വികസന പദ്ധതികളും ഒരുപോലെ കൊണ്ടുപോകും. തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും കണക്കിലെടുത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നതായിരിക്കും ബജറ്റെന്നാണ് വിലയിരുത്തൽ. ധനകാര്യമന്ത്രി എന്ന നിലയിൽ കെ.എൻ. ബാലഗോപാലിന്റെ 5ാമത്തെ ബജറ്റാണിത്. സംസ്ഥാന ബജറ്റിന് മുൻപ് തലേദിവസം പതിവായി നൽകുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നൽകാതിരുന്നതിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിമർശനമുന്നയിച്ചു. ഇത്തരമൊരു സ്ഥിതി ഇനി ഉണ്ടാവില്ലെന്ന് മുൻപ് സ്പീക്കർ വാക്കു നൽകിയത് ഓർമ്മിപ്പിച്ച പ്രതിപക്ഷ നേതാവ് ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞു. ഈ ആവശ്യം ന്യായമാണെന്നും ഭാവിയിൽ ഇത്തരത്തിൽ സർവേ റിപ്പോർട്ട് മുൻപേ നൽകണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു. എല്ലാത്തരം പ്രവാസത്തെയും കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം തിരുത്തേണ്ടതുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന തൊഴിലുകളുടെ അഭാവം അനുഭവപ്പെടുമ്പോൾ കേരളീയർ വിദേശത്ത് ഒട്ടും നല്ലതല്ലാത്ത സാഹചര്യത്തിൽ പണിയെടുക്കുന്ന സ്ഥിതിയുണ്ട്. പ്രവാസം ഒട്ടേറെ പേർക്ക് വലിയ നഷ്ടക്കച്ചവടമായി തീരുന്ന അനുഭവമാണ്. വിദേശത്തെ തൊഴിൽ കമ്പോളത്തെക്കുറിച്ച് ശരിയായ രീതിയിലുള്ള അറിവില്ലാതെയുള്ള കുടിയേറ്റമാണ് ഇതിന് കാരണം. വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിലും ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. 2024 കണക്കുകൾ അനുസരിച്ച് പ്രവാസികൾ അയക്കുന്ന പണത്തിന്റെ കണക്കിൽ കേരളം ഒന്നാമതാണ്. 21% കേരളത്തിലേക്ക് പ്രവാസികൾ സംഭാവന ചെയ്യുന്നത്. പ്രവാസികളുടെ നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. ഇതിനായി 5 കോടി രൂപ അനുവദിച്ചു. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളുടെ വികസനത്തിന് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റിയും രൂപീകരിക്കും. നഗരവൽക്കരണത്തെയും സാമ്പത്തിക വളർച്ചയും സമന്വയിപ്പിക്കും. അർബൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കും. സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതിയിലെ അനർഹരെ കണ്ടെത്തും. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തുമെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.